അക്ഷരങ്ങളുടെ മാന്ത്രികതയിലൂടെ മലയാളിയുടെ മനം കവർന്നാണ് MT ഓർമ്മയാകുന്നത്. പത്മഭൂഷൺ, ജ്ഞാനപീഠം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങളും അതിലേറെ സ്നേഹവും നാട് അദ്ദേഹത്തിന് നൽകി. മലയാളം പോലെ മലയാളിക്ക് പ്രിയപ്പെട്ടതാണ് MT എന്ന രണ്ടക്ഷരം. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ. 4 തലമുറകൾ വായിച്ചിട്ടും തീരാത്ത അക്ഷയഖനി. കഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, പത്രാധിപർ. തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, പ്രഭാഷകൻ. നാടകകൃത്ത്, നടൻ, ഗാനരചയിതാവ്, ബാലസാഹിത്യകാരൻ. ഇങ്ങനെ പടർന്നു പന്തലിച്ചു ആ സാഹിത്യ ജീവിതം. 1933 ജൂലൈ 15 നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായി ജനനം. തൃശൂർ ജില്ലയിലെ പുന്നയൂർക്കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായി ചെറുപ്പകാലം. മലമക്കാവ് എലിമെന്ററി സ്കൂളിലും കുമരനെല്ലൂർ ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ രസതന്ത്രം ഐച്ഛിക വിഷയമായി ഉപരിപഠനം. ശേഷം പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും കണക്ക് മാഷായി. പാലക്കാട് ട്യൂട്ടോറിയൽ അധ്യാപകനായും ജോലി നോക്കി. ഇതിനിടയിൽ തളിപ്പറമ്പിൽ ഗ്രാമസേവകനായെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ച് മാതൃഭൂമിയിൽ ചേർന്നു. ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോടായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ എഴുതി തുടങ്ങി. കോളേജ് കാലത്ത് ജയകേരളം മാസികയിൽ കഥകൾ അച്ചടി പക്ഷി പുരണ്ടു. വിക്ടോറിയ കോളേജിൽ ബിരുദത്തിനു പഠിക്കുമ്പോൾ രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങി. 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായുള്ള കേരളത്തിലെ കഥാമത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ 1ാം സ്ഥാനം നേടി. ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ MT എന്ന പേരു പതിഞ്ഞത്. പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ ഈ സമയത്താണ് പുറത്തുവന്നത്. ആദ്യമായി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് നാലുകെട്ട്. ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. നിരവധി തവണ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. നാലുകെട്ട്, മഞ്ഞ്, കാലം, രണ്ടാമൂഴം, അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും. ഇങ്ങനെ പോകുന്നു MT എഴുതിയ നോവലുകൾ. ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയടത്തി, നിന്റെ ഓർമ്മയ്ക്ക്, വാരിക്കുഴി, പതനം, ബന്ധനം, ഓപ്പോൾ തുടങ്ങി ചെറുകഥകളുടെ പാലാഴി തന്നെയുണ്ട് MTയുടേതായി. മലയാള സാഹിത്യത്തിനു നൽകിയ അമൂല്യ സംഭാവനകൾക്ക് 1996 കാലിക്കറ്റ് സർവകലാശാല ഡിലിറ്റ് നൽകി ആദരിച്ചു. 1995 ജ്ഞാനപീഠ പുരസ്കാരം. 2005 പത്മഭൂഷൺ നൽകി MTയിലെ പ്രതിഭയെ രാജ്യം ആദരിച്ചു. MTയുടെ കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. കാലത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയായിരുന്നു MTക്ക് സാഹിത്യം. വലിയ അംഗീകാരങ്ങളെല്ലാം കൈവെള്ളയിൽ. അപ്പോഴും ഞാൻ മാത്രമല്ല ലോകമെന്നും തന്റേതു മാത്രമല്ല കഥകളെന്നും തിരിച്ചറിഞ്ഞ് സാഹിത്യത്തിന്റെ പല തലമുറകളെ വാർത്തെടുത്താണ് MT അരങ്ങൊഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.